വേഗം ചെല്ലേ. ഇന്ദിരേച്ചി, കുന്നപ്പാടിയുടെ കടയിൽ നിന്ന് മണിക്കടല മേടിക്കുമ്പോഴേ ഏട്ടനെ ഞാൻ ശ്രദ്ധിച്ചതാ. ഏച്ചിനെ തന്നെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ടേനു. എനിക്കിതൊന്നും ഇഷ്ടമല്ല പറഞ്ഞേക്ക്. ശരിക്കും ഇഷ്ടല്ലേ? അങ്ങനെയല്ല എന്നാലേ ഒരു ഗമ ഉണ്ടാവും. ഏട്ടനെ കാണാൻ നല്ലതാ, പക്ഷെങ്കില് ഒരു കള്ള ലക്ഷണമുണ്ട് ഇല്ലേ? നോക്ക് നോക്ക്. അതൊന്റെ അച്ഛനുണ്ട്. പിന്നെ കള്ളത്രൊന്നും ഇല്ലാണ്ട് ഇക്കാലത്ത് എങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുക? വരുന്നുണ്ട്. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇനി ആവർത്തിക്കൂല, വേറെ വഴിയില്ലാത്തോണ്ടാ. പിടിച്ചിരിക്ക. കത്ത് കത്ത് കത്ത്. ഇന്നലെ രാത്രി 11 വരെ ഉറങ്ങിയിട്ട് പിന്നെ മനസ്സിലെത്തി പഠിക്കാന്ന് വെച്ചതാ. എഴുന്നേറ്റപ്പോൾ രാവിലെ 7 മണിയായി. ഒരു വെണ്ടൊക്കെ അറിയണ്ട പരീക്ഷയ്ക്ക് പോയത്. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ തെങ്ങ് കെട്ടിട്ട് അടിക്കും. പോകുന്ന വഴിക്ക് മൊത്തത്തിൽ ഒന്ന് പഠിപ്പിച്ചു. ഇതിനാണ് എന്റെ പിന്നാലെ നടന്ന ഈ സാഹിത്യ സമാജത്തിന്റെ വലിയ ആളല്ലേ, എഴുത്തുകാരനൊക്കെ അല്ലേ? അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. ഞാൻ അലവലാദിന്ന് വിളിച്ചല്ലേ? ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. നീ അങ്ങനെ വിളിച്ച് ഇല്ല. എന്നോട് ക്ഷമിക്കൂല. കുഴപ്പമില്ല, ഒന്ന് സഹായിക്കൂ പ്ലീസ്. എന്റെ കൂട്ടുകാരോട് ചോദിക്കും. എനിക്ക് ചരിത്രബോധമുള്ള കൂട്ടുകാരില്ല. ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് അവരെ അടുപ്പിക്കില്ല. ശരിയാ. അപ്പൊ സഹായിക്കോ? ചോദ്യം പേപ്പർ കളഞ്ഞു പോയിന്ന് പറ. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നുന്നത്?